കൈത്തക്കാലം 7-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 18, വാക്യങ്ങൾ 1 മുതൽ 8 വരെ. വിചിന്തനം 1. സ്ഥിരോത്സാഹം ജീവിത ലക്ഷ്യം നേടാനുതകും. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് കൈത്തക്കാലം അവസാനത്തെ ഞായറാഴ്ചയാണിന്ന്. കഴിഞ്ഞ 6 ആഴ്ചകളിലായി ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന ചിന്തകൾ, ക്രിസ്ത്യാനികളിൽ നിന്ന് വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ നാം പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് ആ വളർച്ചയുടെ കാലഘട്ടത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ കാലഘട്ടം അവസാനിപ്പിക്കുന്നത്. ഈ ചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ യേശുക്രിസ്തു പതിവ് പോലെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുക. 2 വ്യക്തികളാണ് ഈ കഥയിലെ പ്രധാനമായിട്ട് യേശുക്രിസ്തു അവതരിപ്പിക്കുന്നത്. ഒന്ന് ഒരു ന്യായാധിപൻ, മറ്റു വ്യക്തി ഒരു വിധവ. ഈ 2 കഥാപാത്രങ്ങളും പ്രതീകാത്മകമായ രീതിയിലാണ് യേശുവിന്റെ മനസ്സിൽ കാണുന്നത്. ന്യായാധിപൻ എന്ന് പറയുമ്പോൾ നീതി നിർവഹണത്തിന് വേണ്ടി കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ആയിട്ടല്ല യേശു ഈ ന്യായാധിപനെ അവതരിപ്പിക്കുന്നത്. ന്യായാധിപനാണ് എന്ന് വരികിൽ തന്നെ നീതി നിർവഹണ പ്രസ്ഥാനത്തിന് പോലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് യേശു ഈ ന്യായാധിപനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു മുഷടൻ, എല്ലാ തരത്തിലും അധർമ്മിഷ്ഠനായിട്ടുള്ള, താന്തോന്നിയായിട്ടുള്ള ഒരു ഭരണകർത്താവ്. വിധവ എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്ന് അവഗണന പിടിച്ചുപറ്റാൻ ഇടവരുന്ന, തള്ളിക്കളയുന്ന, നിസ്സാരമായിട്ട് മാറ്റാവുന്ന, ബലമില്ലാത്ത ദുർബലതയുടെ ഒരു പ്രതീകം എന്ന രീതിയിലാണ് വിധവയെ യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിന്റെ പ്രതീകത്തിന്റെ ഒരു അവതരണം, അതാണ് വിധവ. ന്യായാധിപൻ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്ന് വരികിലും ന്യായത്തിലോ നീതിയിലോ ധർമ്മബോധത്തിലോ ഒരിക്കലും ചിന്തയില്ലാത്ത, താന്തോന്നിയായിട്ടുള്ള ഒരു മുഷടപ്രകൃതിയുള്ള ഭരണാധികാരി. ഇവരെ 2 പേരെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ആശയം യേശു നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരികയാണ്. വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, വികസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ശ്രമിക്കേണ്ടതായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ സ്ത്രീക്ക് ലഭിക്കേണ്ടത് നീതിയാണ്. നീതി കിട്ടാൻ വേണ്ടിയാണ് ന്യായാധിപന്റെ അടുത്തേക്ക് സ്ത്രീ ചെല്ലുന്നത്. നീതിയെ സംബന്ധിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ന്യായാധിപനുണ്ടോ ഈ നീതി നിർവഹണം ഈ വിധവയ്ക്ക് സാധിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ ഈ വിധവയുടെ കാര്യം അങ്ങ് തള്ളി എന്ന് വരികിൽ ലോകമൊന്നും താഴെ വീഴില്ല, ഒരു സമരവും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള പ്രകമ്പനവും ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വ്യക്തികളുടെ, ശബ്ദമില്ലാത്ത വ്യക്തികളുടെ പ്രതീകമാണ് വിധവ. എന്നിട്ട് പോലും ഈ വിധവ നിരന്തരമായിട്ടുള്ള പരിശ്രമം, നിരന്തരം തന്റെ ആവശ്യങ്ങൾ ഉണർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഷടപ്രകൃതിയുള്ള ന്യായാധിപൻ പോലും
നീതി ഈ വിധവയ്ക്ക് നിർവഹിച്ചു കൊടുക്കാൻ ഇടവരുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ആദ്യ ഭാഗം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ, ഈ മുഷടപ്രകൃതിയിലുള്ള ഈ മനുഷ്യൻ ഈ നിസ്സാരമായിട്ടുള്ള ഈ വിധവയുടെ ആവശ്യങ്ങള് യഥാവിധി അത് ചെയ്തു കൊടുക്കാൻ ഇടവന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേക വിഷയം. ആ വിധവയുടെ നിരന്തരമായിട്ടുള്ള സ്ഥിരമായ ഉത്സാഹത്തോടു കൂടിയുള്ള, പ്രതിബദ്ധതയോടുകൂടിയുള്ള, ഇച്ഛാശക്തിയോടുകൂടിയുള്ള ആ പ്രവർത്തന ശൈലി അത് വിജയം കാണുകയാണ്, അത് ഫലപ്രാപ്തി ഉണ്ടാക്കുകയാണ്. ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യം നടത്താൻ ആ സ്ഥിരോത്സാഹത്തോടും നിഷ്ഠയോടും കൂടിയുള്ള ജീവിതത്തിന് സാധിച്ചു എന്നുള്ളതാണ് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയം. വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്ഥിരോത്സാഹത്തോടുകൂടെ, നിഷ്ഠയോടുകൂടെ, ക്രമാനുഗതമായിട്ടുള്ള പ്രവർത്തനം, ഇച്ഛാശക്തിയോടുകൂടി നിരന്തരം ഉണ്ടാകുക എന്നുള്ളത്. ഇതില്ലെങ്കിൽ വളർച്ച സാധ്യമല്ല എന്ന വലിയൊരു സന്ദേശമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാരംഭശൂരത്വം മലയാളികൾക്ക് എന്ന് പരക്കെ അറിയപ്പെടുന്ന രീതിയിൽ അത് നിരന്തരമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ആവശ്യങ്ങള് ഉണർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു മുഖമുദ്ര പോലും അല്ലാതെ ആയിത്തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലത്തെ റേഡിയോയില് ന്യൂസ് കേൾക്കുന്ന അവസരത്തില് ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൃഷി വികസന വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി നമ്മുടെ കൊച്ചിയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. മന്ത്രിയുടെ പേര് ഞാൻ അങ്ങോട്ട് വിട്ടു. എല്ലാ ദിവസവും മന്ത്രിമാര് പുതിയത് വരുന്നതുകൊണ്ട് ആർക്കും അത് മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുക. ഒരു സഹമന്ത്രി, ആ മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്ന അവസരത്തിലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ്, ഇന്ത്യയില് 20 സോണുകൾ പഴം പച്ചക്കറികള് കയറ്റുമതിക്ക് വേണ്ടിയിട്ട് 20 സോണുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം ഇതിന് ഒന്നുപോലും ലഭിക്കാൻ കേന്ദ്രത്തില് സമ്മർദ്ദം ചെലുത്തിയില്ല. ഈ 20 സോണുകളിൽ ഒന്നുപോലും കേരളത്തിന് ലഭിക്കത്തക്ക വിധത്തില് കേരള ഗവൺമെന്റ് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ആ മന്ത്രിയുടെ കുറ്റാരോപണം. പത്രസമ്മേളനത്തിൽ മന്ത്രി ഇന്നലെ പറഞ്ഞത്. സത്യത്തിൽ എന്താ ഉണ്ടായി കാണുക എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ സോണുകൾ ഉണ്ടാവും, അതിനുള്ള സാധ്യത കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫാക്സ് വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്നുകൂടിയും വിളിച്ചിട്ടുണ്ടാവും. അതോടുകൂടി കഴിഞ്ഞു. ഇതുകൊണ്ട് സോൺ വരില്ല. ഇതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വികസനം സാധ്യമാകില്ല. നിരന്തരമായിട്ടുള്ള രീതിയിൽ അത് ഇച്ഛാശക്തിയോടുകൂടെ അത് ക്യാരി ഓവർ ചെയ്യാൻ സാധിക്കണം. അത് നിഷ്ഠയോടുകൂടി ക്രമാനുഗതമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കണം. ഇത് നമ്മൾക്ക് നമ്മുടെ ശൈലിയല്ല. നമ്മൾ പറഞ്ഞു പിന്നെ ചെയ്തില്ല, എനിക്കിത് മാത്രം നോക്കിയിരിക്കാൻ പറ്റുമോ എന്ന ഒരു ആർഗ്യുമെന്റേഷനാണ് പിന്നീട് വരുന്നത്. വളരില്ല, ഉയരില്ല, വികസിക്കില്ല, വിജയിക്കില്ല. വിജയിക്കണമെന്ന് വരികില് നിരന്തരമായിട്ടുള്ള പരിശ്രമം ബോധപൂർവം നടത്തിക്കൊണ്ടിരുന്നെങ്കിലേ വിജയം കൈവരിക്കുള്ളൂ. ആരോ കഴിഞ്ഞ ദിവസം കേൾക്കാനിട വന്നു, നെല്ല് വെയിലത്തിട്ടിരിക്കുക, കാക്ക അത് വന്ന് കൊത്തുന്നു. ആ കാക്ക ആട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് കാരണന്മാര്. കുട്ടികള്
കാക്കയെന്ന് പറഞ്ഞു. കാക്ക പോണില്ല. അപ്പം കയറി വരുമ്പോ വീണ്ടും നെല്ല് കാക്ക തിന്നതായിട്ടാണ് കാണുന്നത്. കുട്ടികളെ ശകാരിച്ചു, എന്തേ കാക്കയെ ആട്ടിയില്ല? കുട്ടി പറയാ, ഞാൻ ആട്ടിയപ്പ കാക്ക പോയില്ല. ആട്ടും പോണം നാട്ടിയാൽ പോവാത്ത കാക്ക കേരളത്തിലുണ്ടോ? എവിടെ ഉള്ളത്? ഞാൻ ആട്ടിയപ്പ കാക്ക പോയില്ല. ശരിയല്ലേ? കാക്ക കാക്ക അവിടെ മാറിയിരുന്നു. കോഴി ആയാലും ഇത് തന്നെ സ്ഥിതി, പൂച്ച ആയാലും ഇത് തന്നെ. ആട്ടും പോണം ആട്ടിയാ പോവാത്ത കോഴിയുണ്ടോ നമ്മുടെ നാട്ടില്? എന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കാര്യം നടക്കാത്തൊരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം പോലീസ് വിഭാഗത്തിൽപ്പെട്ട ഉന്നതമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു. അല്പനേരം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഇടവന്ന അവസരത്തില് അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ അവസരത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ പ്രാന്തപ്രദേശങ്ങളിൽ വളരെ സംഘർഷപൂരിതമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ബൂത്തുകള് അല്ലെങ്കിൽ വഴിയോരങ്ങളിലുള്ള സ്തൂപങ്ങള് അത് നീക്കുക, അപ്പൊ വേറെ വെച്ച് കെട്ടുക, അടിപ്പെട്ടി ബഹളം, ബാനർ അടിക്കുക, പെട്ടി വെള്ളം. അധിക നാളൊന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തില് ആ സ്തൂപങ്ങൾ മാറ്റണം, മറ്റത് മാറ്റണം, നേർച്ചപ്പെട്ടി മാറ്റണം, മറ്റൊക്കെ മാറ്റണം എന്ന് വിചാരിച്ച് പോലീസ് ഒരു ഓർഡർ ഇറക്കി. അതിനു വേണ്ടിയിട്ട് പോലീസുകാര് ഇടപെട്ടപ്പോ അപ്പൊ അതിന്റെ നേരെ ഇരട്ടി സ്തൂപങ്ങൾ വന്നു. ആകെ അന്തരീക്ഷം അടിപിടി ബഹളായി. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, നിർദ്ദേശങ്ങൾ തരുന്ന വ്യക്തികൾക്ക് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഇല്ല എന്ന് വരികിൽ ഒക്കെ പ്രശ്നമായി. ഇന്നലെ ആ ഇച്ഛാശക്തിയോടുകൂടെ ഞങ്ങൾക്കൊരു ഓർഡർ വന്നു. ഞങ്ങൾ ഇന്നലെ തൊട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നൊന്നുമില്ല, റോട്ടിലൊന്നുമില്ല. ഈ ഇച്ഛാശക്തിയാണ് ആവശ്യം. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ചട്ടവട്ടങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ നൽകിയപ്പോ, നിങ്ങൾക്ക് ലഭിച്ചപ്പോ ഞങ്ങള് തെരുവിലിറങ്ങി. ഞങ്ങൾ പൊളിച്ചു. ആരും കെട്ടാനുണ്ടായില്ല, കെട്ടിക്കൂല നിങ്ങള്. ആ മേലുദ്യോഗസ്ഥൻ പറയുന്നതാണ്. എന്നിട്ട് ആ മേലുദ്യോഗസ്ഥന്റെ കമന്റാണ്, നമ്മൾ പ്രസ്താവനകൾ ഇറക്കും, നിർദ്ദേശങ്ങളുണ്ടാകും. ഈ നിർദ്ദേശവും പ്രസ്താവനകളും മാത്രമായിട്ട് നിന്നാൽ കേരളത്തിലല്ല, നാട്ടിലല്ല, ഒരു സ്ഥലത്തും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ വേറെ സമ്മർദ്ദങ്ങൾ വന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി, അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വന്നു. എന്നാൽ ആ നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്ക് നടപ്പിലാക്കണം എന്നുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും, അത് നടത്തിയിരിക്കും. ഇവിടെ വേണ്ടത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി, നിഷ്ഠയോടുകൂടിയുള്ള ഒരു പ്രവർത്തന ശൈലി. ഇന്ന് ഏറ്റവും കൂടുതൽ മലയാള ഭാഷയിൽ കേൾക്കപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ് പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങളെ എന്ന്. അർത്ഥം മനസ്സിലാക്കാതെ പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ആളുകളുടെ മുമ്പിൽ പൊടിയിടാനുള്ളൊരു വാക്കായിട്ട് തീർന്നിരിക്കുന്നു. അർത്ഥശൂന്യമായ ഒരു പദം, അർത്ഥസമ്പുഷ്ടമായ പദം യഥാർത്ഥത്തിൽ അതാണ് എന്ന് ഒരിക്കലും. പ്രതിജ്ഞാബദ്ധം, പ്രതിജ്ഞ ഉണ്ടാകണം. അതിൽ പാലിക്കാനുള്ള ഞാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിന്റെ അഭാവമാണ്, അഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിജ്ഞാബദ്ധം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത്. യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം, ക്രൈസ്തവ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അതിൽ ഫലമുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം സ്ഥിരോത്സാഹം, ക്രമാനുഗതമായിട്ടുള്ള നിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി. ഒരു ധ്യാനത്തിൽ പോയി അതിലൊരു പ്രസംഗം കേട്ട് ഉടനെ ആവേശമായി അങ്ങനെ പുണ്യം കോളായി തീർന്നു. രണ്ടാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴോ ഒന്നുമില്ല. ആ കേട്ടതുമില്ല, കേൾക്കാത്തതുമില്ല. അങ്ങനെ ആരംഭത്തിനേക്കാൾ പരിതാപകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമല്ല
വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് യേശു ഈ കൈത്തക്കാലം സമാപിപ്പിച്ചുകൊണ്ട് സഭയിലൂടെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു ശീലം. ഇങ്ങനെ സ്ഥിരോത്സാഹത്തോടു കൂടി ജീവിതത്തിൽ വളരെ ഉയർച്ചയും വികസനവും വളർച്ചയും കൈവരുത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്, തള്ളി വരികയാണ്. പക്ഷേ ഞാൻ സംയമനത്തോടുകൂടെ അതിലേക്ക് കടക്കുന്നില്ല. കാരണം സമയം അധികമാകും. തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടെ ആരുടെയും ജീവിതത്തിലേക്ക് ഞാൻ കടക്കാതെ ഈ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സ്ഥിരോത്സാഹത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. ഭൗതികമായ രംഗത്തിൽ മാത്രമല്ല, ആധ്യാത്മികമായ രംഗത്തിലും ഇത് ശരിയാണെന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ കഥയുടെ രണ്ടാമത്തെ പകുതി ശ്രദ്ധേയമാണ്. ആദ്യത്തെ പകുതിയില് ന്യായാധിപൻ ധർമ്മനിഷ്ഠനല്ല, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തവനായിട്ടുള്ള ഒരു മുഷടനായിട്ട് ഉള്ളൊരു ന്യായാധിപനായി അവതരിപ്പിച്ചു എന്ന് വരികിൽ, കഥയുടെ രണ്ടാമത്തെ പകുതി സ്നേഹമുള്ള, മക്കളുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ള, മക്കളുടെ വളർച്ചയിൽ മാത്രം ശ്രദ്ധ പതിക്കുന്ന, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി തളരാൻ വേണ്ടി ഏത് സ്ഥിതിവിശേഷത്തിലും എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ കൊതിക്കുന്ന വാത്സല്യമുള്ള പിതാവാണ് രണ്ടാം പകുതിയിൽ ഇത് യേശുക്രിസ്തു അവതരിപ്പിക്കുന്നത്. ആ പിതാവിന്റെ മുമ്പിൽ ഒരു തരത്തിലും പിടിപാട് ഇല്ലാത്ത മക്കളല്ല, വാത്സല്യമുള്ള അപ്പന്റെ മുമ്പില് എല്ലാ തരത്തിലും സ്വാധീനം ചെലുത്താവുന്ന മക്കളാണ് നമ്മള്. ഈ മക്കളായിട്ടുള്ള നമ്മൾ സ്നേഹിക്കുന്ന പിതാവിന്റെ മുമ്പിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം, നമ്മുടേതായിട്ടുള്ള ബന്ധപ്പാടുകള്, നമ്മുടേതായിട്ടുള്ള വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എത്രയോ അധികമായി, എത്രയോ ധാരാളമായി, എത്രയോ സമർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളെ സഹായിക്കില്ലേ മക്കളെ എന്നാണ് യേശുക്രിസ്തു ഈ കഥയുടെ രണ്ടാമത്തെ പകുതിയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ധർമ്മനിഷ്ഠ ഒട്ടുമില്ലാത്ത ന്യായാധിപൻ, ഒരു പിടിപാടുമില്ലാത്ത ഒരു വ്യക്തിക്ക് നീതി നടത്തി കൊടുക്കാൻ ഇടവന്നു എന്ന് വരികിൽ, ധർമ്മം തന്നെയായിട്ടുള്ള നിങ്ങളുടെ വത്സല പിതാവ് മക്കളായ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ നിങ്ങൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നു എന്ന് കണ്ടാൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കില്ലേ? ദൈവം പാതി മനുഷ്യൻ പാതി എന്നല്ലേ വെപ്പ് എന്ന് ഇന്നലെ ആരോ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിയാണ് മക്കളെ, ദൈവം പാതി മനുഷ്യൻ പാതി. ദൈവത്തിന്റെ പാതി പണ്ടേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തന നിരതമാണത്. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാഗത്തു നിന്നുള്ള പകുതി നിങ്ങൾ ചെയ്യാൻ സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടെ നിങ്ങളുടെ പകുതി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വരികിൽ തീർച്ചയായിട്ടും ദൈവം പകുതിയെല്ലാം മുഴുവനാക്കിയിട്ട് തന്നെ ചെയ്തു തരും എന്നൊരു സന്ദേശമാണ് ഈ വളർച്ചയുടെ കാലഘട്ടത്തില് അവസാനത്തെ ഞായറാഴ്ചയായ ഇന്ന് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉൾക്കൊള്ളാൻ ശ്രമിക്കാം, ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് വളരാം,